നമസ്കാരം. ഭാരതവും യുണൈറ്റഡ് അറബ് എമിറേറ്റും തമ്മിലുള്ള പ്രതിരോധ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും കരസേനകൾ സംയുക്തമായി ഡെസേർട്ട് സൈക്ലോൺ 2 സൈനികാഭ്യാസം അബുദാബിയിലെ അൽ ഹംറ ട്രെയിനിംഗ് സിറ്റിയിൽ വിജയകരമായി പൂർത്തിയാക്കി. ഡിസംബർ 18 മുതൽ 30 വരെ നീണ്ടുനിന്ന ഈ തീവ്ര പരിശീലനം പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷാ സഹകരണത്തിൽ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. ജനവാസ മേഖലകളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ നേരിടുക, കെട്ടിടങ്ങൾക്കുള്ളിൽ തിരച്ചിൽ നടത്തുക തുടങ്ങിയ സങ്കീർണമായ യുദ്ധമുറകളിലാണ് പ്രധാനമായും പരിശീലനം നടന്നത്. ഇന്ത്യൻ കരസേനയുടെ മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റിൽ നിന്നുള്ള 45 സൈനികരും UAE ലാൻഡ് ഫോഴ്സിലെ 53-ാം മെക്കനൈസ്ഡ് ഇൻഫൻട്രി ബറ്റാലിയനുമാണ് ഇതിൽ പങ്കെടുത്തത്. ഡ്രോണുകളുടെ ഉപയോഗം, ഹെലികോപ്റ്ററുകൾ വഴിയുള്ള സൈനിക നീക്കങ്ങൾ, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തൽ തുടങ്ങിയ ആധുനിക രീതികൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാ ദൗത്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളെയും ഇത് പ്രാപ്തരാക്കുന്നുണ്ട്. കൂടാതെ മരുഭൂമിയിലെ ഭൂപ്രകൃതിയിലും നഗര സാഹചര്യങ്ങളിലും യുദ്ധം ചെയ്യാനുള്ള സൈനികരുടെ ശേഷി ഇത് വർദ്ധിപ്പിക്കുന്നു. UAE ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളികളിൽ ഒന്നാണ്. ഊർജ സുരക്ഷയ്ക്കും പ്രവാസി ക്ഷേമത്തിനും പുറമെ പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം ഈ പരിശീലനം വഴി വർദ്ധിച്ചു. 2024 രാജസ്ഥാനിൽ നടന്ന 1-ാം പതിപ്പിന് ശേഷം അബുദാബിയിൽ നടന്ന ഈ 2-ാം പതിപ്പും വൻ വിജയമായതോടെ ഡെസേർട്ട് സൈക്ലോൺ വാർഷിക കലണ്ടറിലെ പ്രധാന സൈനിക അഭ്യാസമായി മാറി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യയും UAEയും ഒരുപോലെ പ്രതിജ്ഞാബദ്ധമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് ലഭിക്കുന്നത്. ഭാരതത്തിന്റെ സൈനിക കരുത്ത് ലോകമെങ്ങും വ്യാപിക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.